ബാറ്റർ ക്രീസിലെത്തിയിരുന്നു, എന്നിട്ടും ഔട്ട് കൊടുത്തു. ഓൺ ദ ലൈൻ നോട്ട് ഔട്ട് ആണ്. ഇങ്ങനെ പല വാദഗതികളും പലരും പറയുന്നത് നമ്മൾ പല സ്ഥലങ്ങളിലും കണ്ടിട്ടുണ്ടാവും. എന്താണ് ക്രീസ് എന്ന് അറിയാതെയാണ് പലരും ഈ വാദങ്ങൾ ഉന്നയിക്കുന്നത്. ക്രിക്കറ്റ് പിച്ചിൽ 1-2 ഇഞ്ച് കനത്തിൽ ക്രീസായി വെള്ള വര വരയ്ക്കാറുണ്ട്. പക്ഷേ ഇതാണോ ക്രീസ്? അല്ല. ഈ വെള്ള വര മുഴുവനും ക്രീസ് അല്ല. ക്രീസായി വരയ്ക്കുന്നതും നാം കാണുന്നതും ക്രീസ് പൊസിഷൻ മാർക്കിംഗ് മാത്രമാണ്. ക്രീസ് എന്ന് പറയുന്നത് ഈ മാർക്കിങ്ങിൻ്റെ ഒരു എഡ്ജ് മാത്രമാണ്. അതായത് ഈ ചിത്രത്തിൽ ചുവപ്പ് നിറത്തിൽ മാർക്ക് ചെയ്തിരിക്കുന്ന ആ അരിക് മാത്രമാണ് ക്രീസ്. ആ ലൈൻ മാർക്ക് ചെയ്യാൻ 1-2 ഇഞ്ച് വീതിയിൽ വെള്ള ലൈൻ വരയ്ക്കുന്നു എന്ന് മാത്രം. ഏത് എഡ്ജ് എന്നും നിയമത്തിൽ പറയുന്നുണ്ട്. ബൗളിംഗ് ക്രീസിനും പോപ്പിംഗ് ക്രീസിനും ബാക്ക് എഡ്ജും, റിട്ടേൺ ക്രീസിന് ഇൻസൈഡ് എഡ്ജും. അത് വളരെ സിമ്പിളായി മനസ്സിലാക്കാൻ ഒരു കാര്യം ആലോചിച്ചാൽ മതി. ഈ ലൈനുകളെല്ലാം നോക്കി തീരുമാനമെടുക്കേണ്ടത് അമ്പയർ ആണല്ലോ. അമ്പയർക്ക് ഏറ്റവും അടുത്തുള്ള എഡ്ജ് ആയിരിക്കും ക്രീസിൻ്റെ എഡ്ജ്. സ്ട്രൈക്കർ നിൽക്കുന്ന എഡ്ജിലും സ്ട്രൈക്കേഴ്സിൻ്റെ അമ്പയർ ആ സ്റ്റമ്പിന് പുറകിൽ നിൽക്കുന്നു എന്ന് സങ്കല്പിച്ചാൽ കാര്യങ്ങൾ ക്ലിയർ ആവും. അവിടെയും അമ്പയർക്ക് ഏറ്റവും അടുത്തുള്ള എഡ്ജ് ആയിരിക്കും ക്രീസ്. നോ ബോൾ ആവാതിരിക്കാൻ ബോളറുടെ കാലിൻ്റെ ഭാഗം ബിയോണ്ട് പോപ്പിംഗ് ക്രീസ് ആവരുത് എന്ന് പറയുന്നതും ബാറ്റർ ക്രോസ് ചെയ്യേണ്ട ക്രീസിലെ പോയിന്റും അങ്ങനെ ക്രീസുമായി ബന്ധപ്പെട്ട പ്രധാന സംശയങ്ങളെല്ലാം ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു.